വചനാഗ്നിയാൽ മാനവരിൽ നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ നേതൃത്വത്തിലുള്ള ധ്യാനകേന്ദ്രമായ സെന്റ് തോമസ് ധ്യാനകേന്ദ്രത്തിന്റെ തിരുവചന ആഗ്നി ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ബാലനായ ഈശോ ജെറുസലേം ദേവാലയത്തിൽ യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാണ്. യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. ഈശോ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈശോ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ തിരുവചനാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളുടെ സഭാ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ തിരുവചന സന്ധിയില് നിന്റെ മക്കളായ ഞങ്ങള് ദൈവവചനത്തിൽ ആഴപ്പെടുവാനും തീക്ഷ്ണമായി വചനം അഗ്നിയായി ജ്വലിച്ചുകൊണ്ട് വ്യക്തിജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും ശോഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അവിടുത്തെ പുത്രന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ സമർത്ഥമായി വിശുദ്ധീകരിക്കണമേ. ഈ നല്ല കാലയളവിൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ കുടുംബങ്ങളായും വ്യക്തികളായും സഭയായും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ബലഹീനായ എന്നെയും എന്നെ കേൾക്കുന്ന അവിടുത്തെ ദൈവജനത്തെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ വിശുദ്ധ സുവിശേഷം യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് അഗ്രാഹ്യമായ ചില വിവരങ്ങൾ നമുക്ക് നൽകുന്നു. പ്രത്യേകിച്ചും യേശുവിന്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 18 വർഷം ഈശോ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു
എന്നുള്ള ജീവിതത്തിന്റെ ഒരു ഡെഫനിഷൻ, ഒരു നിർവചനമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഈ കാണുന്ന വേദപുസ്തക ഭാഗം. ഏതൊരു യഹൂദനെയും പോലെ യേശുവും യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയാമും വിശുദ്ധ യൗസേപ്പ് പിതാവും ദേവാലയത്തിൽ പോയി നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാൻ അവർ കടപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം, യഹൂദ നിയമങ്ങൾ സംഗ്രഹിക്കുന്ന താൽമൂദ് നിയമഗ്രന്ഥത്തിലെ ഏതാണ്ട് 1000-ഓളം വരുന്ന നിയമങ്ങള് ഓരോ യഹൂദനും, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിന്റെ ചുറ്റളവിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന 12 വയസ്സ് കഴിഞ്ഞ ഏതൊരു യഹൂദനും താൽമൂദിലെ നിയമങ്ങൾ അനുസരിക്കുവാൻ കടപ്പെട്ടവനാകുന്നു എന്നുള്ള യഹൂദ നിയമം ഈശോയും മാതാവും പിതാവും അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് തിരുനാളിന് പോകാറുണ്ട്. തിരുനാളിന് പോകുമ്പോൾ നമുക്കുണ്ടായിരുന്ന മനോഭാവമാണോ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് കുദാശകൾ സ്വീകരിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ നമ്മളുണ്ടാകുന്ന മാറ്റങ്ങൾ? അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകളിലെ കുറിച്ചാണ് ഈ തിരുവചന ഭാഗം നമ്മെ പ്രത്യേകമായി ഉദ്ബോധിപ്പിക്കുന്നത്. ജെറുസലേമിലെ തിരുനാള് പെസഹ തിരുനാളായിരുന്നു. യഹൂദന്മാർക്ക് 3 പ്രധാനപ്പെട്ട തിരുനാൾ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. കൂടാര പെരുന്നാള്, പെസഹ തിരുനാള്, പെന്തിക്കോസ്ത് തിരുനാള്. ഈ പെസഹ തിരുനാളിൽ ഈശോയെയും കൂട്ടി, ബാലനായ യേശുവിനെയും കൂട്ടി യൗസേപ്പും മറിയവും 150 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് തിളയ്ക്കുന്ന മണൽക്കാറ്റിലൂടെ പൊടിക്കാറ്റിലൂടെ ജെറുസലേം ദേവാലയത്തേക്ക് നേർച്ച കാഴ്ചകൾ, പ്രാർത്ഥനകൾ സമർപ്പിക്കാനായിട്ട് പോവുകയായിരുന്നു. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം നമ്മെ ഓർപ്പെടുത്തുകയാണ്: യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാൾ ജെറുസലേമിൽ പോയിരുന്നു. എല്ലാ പെസഹ തിരുനാളിലും, എല്ലാ കൂടാര പെരുന്നാളിലും, എല്ലാ പെന്തക്കോസ്ത് തിരുനാളിലും അവർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ദേവാലയത്തിൽ എന്നാൽ ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ ആ വിവരം അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു തിരിച്ചുപോക്കാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യൗസേപ്പും മറിയവും ഈശോയെയും കൂട്ടി ദേവാലയത്തിലേക്ക് പോകുന്നു. ദേവാലയത്തിൽ പോയി പെസഹ തിരുനാളിന്റെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ദേവാലയം നൽകേണ്ടതെല്ലാം നൽകി പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് ഈശോയെ കൂട്ടി ദേവാലയത്തിൽ തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ ബാലനായ ഈശോ ജെറുസലേം ദേവാലയത്തിൽ തന്നെ തങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉപാധ്യായന്മാരോടൊപ്പം, വേദപുസ്തക പണ്ഡിതന്മാരോടൊപ്പം ചർച്ചകളിൽ മുഴുകി. എന്നാൽ യൗസേപ്പും മറിയം അറിയാതെ ഈശോ യൗസേപ്പിന്റെ കൂടെ കാണുമെന്ന് മറിയം വിചാരിച്ചു, മറിയത്തിന്റെ കൂടെ കാണുമെന്ന് യൗസേപ്പ് വിചാരിച്ചു. നമുക്കറിയാമല്ലോ, ദേവാലയത്തിലെ അവസാനത്തിലെ പല കൂട്ടങ്ങളായിട്ടാണ് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ജനങ്ങൾ തിരിച്ച് ഭവനങ്ങളിലേക്ക് പോയിരുന്നത്. യൗസേപ്പ് ഒരു കൂട്ടത്തിൽ യാത്രയായി, മറിയം മറ്റൊരു കൂട്ടത്തിൽ യാത്രയായി. എന്നാൽ യേശു അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ ഒരു തിരിച്ചു നടത്തി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു നടന്നപ്പോൾ അവർ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ 3 പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ വേദപുസ്തക ഭാഗം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് നൽകുന്നത്. ഒന്നാമതായിട്ട്, ഈശോയെ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സമൂഹം. രണ്ടാമതായി, ഈശോയെ അന്വേഷിക്കുന്ന ഒരു സമൂഹം. മൂന്നാമതായി, യേശുവിനെ കണ്ടെത്തുന്ന ഒരു സമൂഹം. ഇത് 3 ഘട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ. ഈ ഓരോ ഘട്ടങ്ങളിലും നിന്റെ ജീവിതത്തിൽ യേശുവിനെ നിനക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുവാനും അന്വേഷിച്ച് കണ്ടെത്തി ക്രിസ്തീയ ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് കഴിയണമെന്ന് ഈ വേദപുസ്തക ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 തരത്തിലുള്ള
ഘട്ടങ്ങൾ ഈ വേദപുസ്തക ഭാഗത്തിൽ കാണാൻ സാധിക്കും. ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി, ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം 2:44 അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് യൗസേപ്പും മറിയവും വിചാരിച്ചു. മൂന്നാം ഭാഗം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. നാലാം ഭാഗം 2:46 ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടതല്ലേ, 2:49. അഞ്ചാം ഭാഗം അവർ അവരോടൊപ്പം പുറപ്പെട്ട് അവർക്ക് വിധേയനായി ഈശോ ജീവിച്ചു, 2:51. ആറാം ഭാഗം ബാലനായ യേശു ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ 6 ഘട്ടങ്ങളിലൂടെയാണ് ഈ വേദപുസ്തക ഭാഗം ചലിക്കുന്നത്, യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സ്നേഹമുള്ളവരെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ബാലനായ ഈശോ ജെറുസലേം ദേവാലയത്തിൽ തങ്ങി. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം ഏറ്റവും കൂടുതൽ അവൻ ചിലവഴിക്കേണ്ടത് പരിശുദ്ധ ദേവാലയത്തിലാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആകൃതിയിൽ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയെ നിറയ്ക്കാൻ ഈ ലോകത്തിലെ ഭൗതികമായ സൃഷ്ടവസ്തുക്കളായ ഒന്നിനെ കൊണ്ടും സാധിക്കുകയില്ല. ദൈവത്തെ ആകൃതിയിലുള്ള ഈ ശൂന്യതയെ നിറയ്ക്കാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധനായ പസ്കാൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരുടെയും മനസ്സിൽ, ഹൃദയത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ ആകൃതിയിൽ ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത നിറയ്ക്കാൻ ഈ ലോകത്തിലെ മറ്റൊന്നിനെ കൊണ്ടും സാധ്യമാകില്ല, ദൈവത്തെ കൊണ്ട് മാത്രം. ഈ ശൂന്യത നിറയ്ക്കാനായിട്ട് ഈ ലോകത്തിലെ പല കാര്യങ്ങളുടെയും പുറകെ ഒരുപക്ഷെ നമ്മൾ പോയേക്കാം. സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം, വ്യക്തികളോടുള്ള അമിതമായ ആഗ്രഹം, വസ്തുവകളോടുള്ള അമിതമായ ആഗ്രഹം, ചില പ്രത്യേകമായ തത്വചിന്തകളുടെ താല്പര്യം, ഇതെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. ഈ ദൈവത്തിന്റെ ആകൃതിയിലുള്ള ഈ ശൂന്യത, ഇത് ദൈവത്തെ കൊണ്ട് മാത്രമേ നിറയ്ക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ബാലനായ ഈശോ ജെറുസലേം ദേവാലയത്തിൽ തങ്ങി തിരുവചനാഗ്നിയിൽ, തിരുവചന ധ്യാനത്തിൽ അവൻ ലയിക്കുകയാണ്. രണ്ടാം ഭാഗം നമ്മൾ കാണുന്നുണ്ട്, യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിശുദ്ധരായ ഔസേപ്പിതാവും പരിശുദ്ധ കന്യകാമറിയാം വിചാരിച്ചു. രണ്ടുപേരും 2 തരത്തിൽ ചിന്തിച്ചു. ഒരുമിച്ച് ചിന്തിക്കുമ്പോഴാണ് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. യേശുവിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒന്നാം ഭാഗത്ത് അവർ ഒരു തിരിച്ചു നടത്തേക്ക് തയ്യാറാകുകയാണ്. രണ്ടാം ഭാഗത്ത് യേശുവിനെ അന്വേഷിച്ച് അവർ 3 ദിവസത്തെ വഴി യാത്ര ചെയ്തപ്പോഴാണ് യേശുവിനെ കണ്ടത്. യേശുവിനെ എവിടെ അവർ കണ്ടെത്തിയത്? റോഡരികിലല്ല, കടയിലല്ല, വർക്ക്ഷോപ്പിലല്ല, മറ്റേതെങ്കിലും പൊതുസ്ഥലങ്ങളിലോ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളിലോ അല്ല, ഭൗതികമായ കേന്ദ്രങ്ങളിലല്ല, മദ്യശാലകളിലല്ല, ലഹരിശാലകളിലല്ല. ഇന്ന് മനുഷ്യന്റെ ലഹരി എന്താണ്? ഇവരുടെ ലഹരി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർ തിരിച്ചു നടന്നു. സ്നേഹമുള്ളവരെ, ദേവാലയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ വിശുദ്ധ കുദാശകൾ സ്വീകരിച്ച് ബലിയർപ്പണം കഴിഞ്ഞ് നേർച്ചകാഴ്ചകൾ സമർപ്പിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് നല്ലൊരു തീരുമാനം കൊണ്ടായിരിക്കണം. ഈ തീരുമാനത്തിലാണ് അവർ ഈശോയെ കൂട്ടിക്കൊണ്ടാണ് തിരിച്ചവർ നടക്കുന്നത്. തിരിച്ചു നടക്കുമ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ പല സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ അവനെ ദേവാലയത്തിലാണ് കണ്ടെത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചു, അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. 2-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ യേശുവിനെ അന്വേഷിച്ചിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് യേശുവിനെ കാണാൻ സാധിക്കില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവസന്നിധിയിൽ ആണ് അത് കണ്ടെത്തേണ്ടത്. 4-ാം ഭാഗത്ത് ഈശോ പറയുന്നൊരു പ്രവചനമുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വ്യാപൃതനായിരിക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ കാര്യങ്ങളിലാണ്. 1-ാം സ്ഥാനം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, അന്യ ദൈവങ്ങളെ നീ ആരാധിക്കരുത്, കർത്താവ് ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന് തുടങ്ങി മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് നൽകിയ ആ 10 പ്രമാണങ്ങളിൽ ദൈവത്തിന് നീ 1-ാം സ്ഥാനം കൊടുക്കണം. കർത്താവ് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. മറ്റൊന്നിനെയും നീ വിഗ്രഹങ്ങളായി ആരാധിക്കാൻ പാടില്ല എന്ന കൽപ്പനകളിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആകൃതിയിലുള്ള ഈ ശൂന്യത നിറയ്ക്കുവാൻ നമുക്ക് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ.
സ്നേഹമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ലോകത്തിൽ അനേകം തിന്മകൾ, മദ്യത്തിന്റെ ലഹരിയിലായിരിക്കുന്ന കുറെ പേര്, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുറെ പേര്, ലോകത്തിന്റെ മറ്റ് മായാമോഹങ്ങളിൽപ്പെട്ട് ജീവിതം നശിക്കപ്പെട്ട കുറെ പേരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെയൊക്കെ എന്റെ ലഹരി എന്ന് പറയുന്നത് ഈശോ ആണ്. എന്റെ ലഹരി എന്ന് പറയുന്നത് തിരുവചന ധ്യാനമാണ്. തിരുവചന ധ്യാനത്തിലൂടെ ഞാൻ കണ്ടെത്തുന്ന എന്റെ ഈശോയാണ് എന്റെ ലഹരി എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരു യു ടേൺ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി, യേശുവിനെ കൂട്ടി ഒരു തിരിച്ചു നടത്തലുണ്ട്. അപ്പം നിന്റെ ജീവിതത്തിൽ ഈശോ നിനക്ക് നഷ്ടമായാൽ നീ ഈശോയെ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നത് വരെ നീ അന്വേഷിക്കണം. കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പനും അമ്മയും ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിൽ ഒരുമിച്ചുള്ള ഈ യാത്ര പലപ്പോഴും പല വഴികളിലാകുമ്പോൾ, പല വഴികളിലൂടെ നാം അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ഈശോയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. യേശുവിനെ കണ്ടെത്തേണ്ട സ്ഥലം എവിടെയാണ്? ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്താം. ദൈവത്തിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാനയിലൂടെ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം. മദർ തെരേസയുടെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സമയം മദർ തെരേസ ചെലവഴിച്ചത് ദേവാലയത്തിനുള്ളിലാണ്. പരിശുദ്ധ കുർബാനയുടെ പങ്കുചേരലില്, സ്വീകരണത്തില്, അത് സ്വീകരിച്ച ശേഷം മദർ തെരേസ എല്ലാ ദിവസവും വിശുദ്ധ ദേവാലയത്തിൽ 1 മണിക്കൂർ കൂടുതൽ ചിലവഴിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നമുക്കറിയാം, ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ഒരിക്കൽ മദർ തെരേസയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ മദർ തെരേസയെ, എനിക്ക് 1,00,000 രൂപ തന്നാൽ അവിടുന്ന് ചെയ്യുന്ന ഈ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. മദർ തെരേസ പറയുന്നുണ്ട്, എനിക്ക് 1,00,000 അല്ല, 1,00,00,000 രൂപ തന്നാലും 1,00,00,000 രൂപ തന്നാലും എനിക്കും ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം I see the face of Christ in this abandoned child. I see the face of Jesus Christ in this man. ലോകത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഓരോ മനുഷ്യരിലും യേശുവിന്റെ ഛായ കാണാൻ എനിക്ക് സാധിക്കണം. അതാണ് മദർ തെരേസ പറഞ്ഞത്. I see the face of Christ in every man. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത സമയങ്ങളിൽ കാലം ചെയ്തു. നമുക്കറിയാം എന്തായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത? മുഖമില്ലാത്തവന് ചുംബനം കൊടുക്കുക, ഷേപ്പില്ലാത്തവനെ കെട്ടിപ്പിടിക്കുക, സൗന്ദര്യമില്ലാത്തവനെ ആലിംഗനം ചെയ്യുക, തിരസ്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിൽക്കുക, അരികവൽക്കരിക്കപ്പെട്ടവരെ അടുത്തു നിർത്തുക, നിരീശ്വരവാദിയെയും അതുപോലെയുള്ള തത്വചിന്തകൾ മുഴുകിക്കഴിയുന്നവരെയും ചേർത്തു നിർത്താനും അവരോട് സംവാദം നടത്താനും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വലിയൊരു ചാതുര്യമുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട ഒരു മനുഷ്യനും ഒരിക്കലും പറയുകയില്ല അദ്ദേഹം ഒരു ദൈവത്തിന്റെ മനുഷ്യനല്ല എന്ന്. കാരണം അദ്ദേഹത്തിന്റെ സമീപനങ്ങളും സ്നേഹവും സാമീപ്യവും പരിചരണങ്ങളുമെല്ലാം ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കാനെടുത്ത ഈ തിരുവചന ഭാഗത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈശോ അവരോടൊപ്പം പുറപ്പെട്ട് അവർക്ക് വിധേയനായി ജീവിച്ചു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വിധേയരായി ജീവിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കിഷ്ടം പോലെ ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതമല്ല. തിരുസഭയുടെ കൽപ്പനകൾ നാം പാലിക്കണം, 7 കൂദാശകൾ നാം സ്വീകരിക്കണം, 10 പ്രമാണങ്ങൾ നാം പാലിക്കണം. തിരുസഭയുടെ കൽപ്പനകളും കാലോചിതമായ പാരമ്പര്യങ്ങളും പഠനങ്ങളും പ്രബോധനങ്ങളും നാം അനുസരിക്കണം. തിരുവചനത്തിൽ ആഴമായ അറിവും ജ്ഞാനവും നമുക്കുണ്ടാകണം. യാമപ്രാർത്ഥനകളിൽ സജീവമായി നാം പങ്കെടുക്കണം. ഓരോ ദിവസവും രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി നിലനിന്നെങ്കിൽ മാത്രമേ ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ നമ്മുടെ കുടുംബങ്ങൾ കഴിയുകയുള്ളൂ എന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ സമൂഹം എവിടെയാണ് ശിഥിലീകരിക്കപ്പെടുന്നത്, നമ്മുടെ വ്യക്തികൾ എവിടെയാണ് ശിഥിലീകരിക്കപ്പെടുന്നത്, നമ്മുടെ കുടുംബങ്ങൾ എവിടെയാണ് തകർക്കപ്പെടുന്നത്, നമ്മുടെ കുടുംബങ്ങൾ എവിടെയാണ് ശിഥിലീകരിക്കപ്പെടുന്നത്? when the family disorganizes, the individual disorganizes. When the individual disorganizes, the family disorganizes. When the family disorganizes, the society disorganizes. When the society disorganizes, the whole world will be disorganized. നമുക്കറിയാം,
നമ്മളെ സ്കൂളുകളിലൊക്കെ ഞാൻ കുറെ നാള് സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നു. പല പ്രശ്നക്കാരായ കുട്ടികളെയും കണ്ടുപിടിക്കപ്പെടുമ്പോൾ അവരുടെ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ്. ഏത് കുടുംബത്തിൽ നിന്ന് അവർ വരുന്നു, എവിടെ നിന്ന് അവർ വരുന്നു, എങ്ങനെയാണ് ഈ കുറ്റവാസനകൾ അവരുണ്ടായത്, മയക്കുമരുന്നിന്റെ ഉപയോഗം, പുകവലിയുടെ ഉപയോഗം, ലഹരിയുടെ ഉപയോഗം, ഇതെല്ലാം എങ്ങനെ അവർ കടന്നു? ഇതൊരു ശിഥിലീകരണമാണ്. അപ്പൊ കുടുംബം തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ, പൗരോഹിത്യം തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് പൗരോഹിത്യം. കാരണം സഭയെ തകർക്കുവാൻ ഏറ്റവും എളുപ്പമാണ് പൗരോഹിത്യം തകർന്നാൽ. കുടുംബങ്ങളെ തകർന്നാൽ സഭയെ തകർക്കാൻ എളുപ്പമാണ്. അപ്പം ഒരു കുടുംബം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ വായിച്ച വേദപുസ്തകം ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിതത്തിലെ ആത്മീകമായ പഠനങ്ങള്, പ്രാർത്ഥനകള്, ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഈ വിശുദ്ധ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ അവരോടൊപ്പം പുറപ്പെട്ട് അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വിധേയമായി ജീവിക്കുന്ന ഒന്നാണ്. ദേവാലയ കാര്യങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാണ്. നാം എപ്പോഴെല്ലാം ദേവാലയത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ, ദൈവിക കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവോ, അപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. ഹാൻസ് ക്വിൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ദ ചർച്ച്. ദ ചർച്ച് എന്ന പുസ്തകത്തിൽ ഹാൻസ് ക്വിൻ പറയുന്നുണ്ട്, നിയർ ടു ചർച്ച് ബട്ട് ഫാർ അവേ ഫ്രം ഗോഡ്. പള്ളിയുടെ അടുത്താണ്, പട്ടക്കാരോട് അടുത്താണ്, പള്ളി കാര്യങ്ങളോട് അടുത്താണ്, എന്നാൽ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. തിരിച്ചായിരിക്കണം. എപ്പോഴും പള്ളിയോടും പട്ടക്കാരോടും പള്ളിക്കാര്യങ്ങളോടും അടുക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം. അത് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കുണ്ടായിരുന്നു, അത് മദർ തെരേസായ്ക്കുണ്ടായിരുന്നു, വിശുദ്ധനായ പൗലോസ് ശ്ലീഹായ്ക്ക് അതുണ്ടായിരുന്നു, വിശുദ്ധനായ പത്രോസ് ശ്ലീഹായ്ക്ക് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ യേശുവിനെ കണ്ട്, ഉദ്ധിതനായ യേശുവിനെ കണ്ട് അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ തിബേരിയോസ് കടൽ തീരത്തെ കടലിലേക്ക് എടുത്തു ചാടി പത്രോസ് അത് കർത്താവാണ് എന്ന് തിരിച്ചറിയാൻ യോഹന്നാനും പത്രോസിനും കഴിഞ്ഞത് മാത്രമല്ല, വലതുവശത്തേക്ക് മീൻ പിടിക്കുക, അതാണ് ശരിയായ വശം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മീന്റെ ആധിക്യ നിമിത്തം വലിച്ചു കയറ്റുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ദൈവം നൽകുന്ന പദ്ധതികളെ നാം മനസ്സിലാക്കുമ്പോഴാണ്, ദൈവത്തിന്റെ പദ്ധതികൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹീതമാകുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലമായ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഈ പ്രതിസന്ധികളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ശക്തമായ പ്രാർത്ഥനയും ശക്തമായ വിശ്വാസവും ശക്തമായ പ്രതീക്ഷയും ശക്തമായ പ്രത്യാശയും ഒരു ക്രിസ്തീയ കുടുംബത്തിലുണ്ടാകണം. അത് അപ്പനും അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ക്രിസ്തീയ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, തിബേരിയോസ് കടൽ തീരത്ത് ഈശോ പ്രാതൽ കഴിക്കാൻ ശിഷ്യന്മാരെ ക്ഷണിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ കടലിൽ തോണിയിൽ പറയുകയാണ് അത് കർത്താവാണ്. ഈ തിരിച്ചറിവാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പത്രോസ് പറയുകയാണ് അത് കർത്താവാണ്. രാത്രി മുഴുവൻ വഞ്ചി തുഴഞ്ഞും വലയിട്ടും നടന്ന മത്സ്യപിടുത്തത്തിൽ പണ്ഡിതന്മാരായ അനുഭവക്കാരികളായ ശിഷ്യന്മാർക്ക് ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഈശോ പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മക്കളെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾ ഇതുവരെ പിടിച്ച മീൻ കൊണ്ടുപോവാ. അവരെല്ലാവരും അന്താളിച്ചു നിൽക്കുമ്പോഴാണ് ഈശോ പറയുകയാണ്, വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയെറിയുക. വലയെറിഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മീൻ നിറഞ്ഞ വലയുമായി അവർ കരയ്ക്ക് വരികയാണ്. ഒരപ്പനെ പോലെ ഒരമ്മയെ പോലെ തീ കൂട്ടിയിരിക്കുന്നത്, മത്സ്യം ചുട്ടുവച്ചിരിക്കുന്നത്, അപ്പം റെഡിയാക്കിയിരിക്കുന്നത് ശിഷ്യന്മാർ കാണുകയാണ്. അപ്പം മുറിച്ച് അവർ കൊടുക്കുകയാണ്. അവരുടെ ഹൃദയം കണ്ണു തുറന്നു. അവരെ കണ്ണു തുറന്നു. വചനം മുറിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു.
ഒരുമിച്ച് പ്രാതൽ കഴിച്ചു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന ഒരു വലിയ വിരുന്നിന്റെ മുന്നാസ്വാദനമാണ്. അഗാപ്പെ. നമ്മള് 2 ശിഷ്യന്മാര് ജെറുസലേമിൽ നിന്നും എമാവൂസിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഉദ്ധാനത്തിന് ശേഷം. ഈ 2 ശിഷ്യന്മാരും വളരെ ഭയപ്പെട്ടാണ് പോരുന്നത്. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ജെറുസലേമിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം വളരെയധികം ഉത്കണ്ഠപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അപരിചിതനായ ഈശോ അവരോടൊപ്പം കൂടുകയാണ്. ഈ അപരിചിതൻ എന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മോടൊപ്പം കൂടുന്നുണ്ട്. ഈ അവരോട് കൂടി എന്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടത്? നിങ്ങൾ അറിഞ്ഞില്ലേ ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ? കർത്താവായ ഈശോ മിശിഹ കാൽവരിയിൽ ക്രൂശിതനായി അവൻ ഉദ്ധാനം ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ ഈശോ അവരോടൊപ്പം വചനം മുറിക്കാൻ തുടങ്ങി. വചനം മുറിക്കാൻ കണ്ണു തുറന്നു, അപ്പം മുറിക്കാൻ ഹൃദയം ജ്വലിച്ചു. വിശുദ്ധ കുർബാനയുടെ വലിയ അനുഭവങ്ങളാണ് സ്നേഹമുള്ളവരെ. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതമുള്ളൂ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവും ഉച്ചയും ജീവശ്വാസവും പരിശുദ്ധ കുർബാനയാണ്. ഈ ബലിപീഠത്തിൽ നിന്ന് എന്ന് നിങ്ങൾ കൈവിടുന്നുവോ അന്ന് നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് പോവുകയാണ്. അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ബാലനായ ഈശോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ബാലനായ ഈശോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മളിന്ന് സൺഡേ സ്കൂളൊക്കെ പഠിക്കാറുണ്ട്. വേദോപദേശം, വേദപഠനം, ഞായറാഴ്ച പള്ളിക്കൂടം, വിശ്വാസ പരിശീലനം, പല രീതിയിൽ പല പേരുകളുമുണ്ട്. മതബോധനം, സൺഡേ സ്കൂൾ. എന്താണ് ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്? ഈ ഒരേ ഒരു വചനം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41-ാം തിരുവചനത്തില് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ 52, 51, 52 വചനങ്ങൾ പറയുന്നുണ്ട്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. ഏതൊരു ക്രൈസ്തവൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്നത് ഈശോയുടെ ജ്ഞാനത്തില് പ്രായത്തില് പക്വതയില് ദൈവത്തിന്റെയും മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്നു. ഈശോ, ബാലനായ ഈശോ നഷ്ടപ്പെട്ടിരുന്നു ജോസഫിനും മറിയത്തിനും. അവർ അന്വേഷിച്ചു, അവർ കണ്ടെത്തി ഈശോയെ അവർ ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് പാർത്ത് ഒരുമിച്ച് താമസിച്ച പ്രാർത്ഥനയിൽ തുടരുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ പരിശീലനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് തിരുവചനം നന്നായി ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും വചനത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ധ്യാനമായി തീരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഈ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ഈ വചനത്തിന്റെ വിശുദ്ധിയിൽ വളരുവാനും വചനത്തിൽ തീഷ്ണതയിൽ സ്നേഹത്തോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബലഹീനായ എന്നെ അവിടുത്തെ കരങ്ങൾ സ്വീകരിക്കുമാറാകണമേ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ബഹുമാനപ്പെട്ട ജോൺ കിഴക്കേക്കര അച്ഛനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ നല്ല ഒരു ദൂത് നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ബഹുമാനപ്പെട്ട അച്ഛൻ തിരുവനന്തപുരത്ത് സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത പ്രിൻസിപ്പൽ അച്ഛനാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പെർത്ത് എന്ന സ്ഥലത്ത് അദ്ദേഹം അനുഗ്രഹീത ശുശ്രൂഷ ചെയ്തു വരുന്നു. യാക്കോബായ സഭയുമായി ഊഷ്മളമായ ബന്ധത്തിലാണ് നമുക്കറിയാം. ആ ബന്ധം തുടർന്നും നിലനിർത്തേണ്ടതിന് ധ്യാനകേന്ദ്രത്തിൽ ഈ ശുശ്രൂഷയിൽ സഹകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ കേട്ട വചനങ്ങൾ സിസ്റ്റർ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഏറെ അനുഗ്രഹകരമാണ്. 10, 30, 60, 100 ഫലം കാക്കാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:21 യേശു അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. 20ാമത്തെ വാക്യം, കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഹല്ലേലൂയ. യേശു അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിട്ട്
ആദ്യമായി നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ? സമാധാനം. വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, ദമ്പതികൾക്ക് ഇന്ന് ഏറ്റവും കുറവായിരിക്കുന്നത് സമാധാനമാണ്. സമാധാനത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യ മക്കൾക്ക്, മനുഷ്യകുലത്തിന് ഉയർത്തെഴുന്നേറ്റ യേശു സമാധാനം നൽകുകയാണ്. ഈ ഭൂമിയിൽ ആർക്കും തരാനാകാത്ത സമാധാനം. ഈ സമാധാനം നമുക്ക് യേശുവിൽ നിന്ന് സ്വീകരിക്കാം. യേശുവിനെ കാണാതായപ്പോൾ മാതാപിതാക്കൾ അന്വേഷിച്ചു പോയി. ദേവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടി. യേശു ഇല്ലാത്ത അവസ്ഥ, അത് വലിയ അന്ധതയുടെ, അന്ധകാരത്തിൻ്റെ അനുഭവമാണ്. യേശുവിനെ അന്വേഷിക്കണം, കണ്ടെത്തണം, ഈ സമാധാനം സ്വീകരിക്കണം. യേശുവിനോട് കൂടെ നമുക്ക് ജീവിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കട്ടെ. ധ്യാനകേന്ദ്രത്തെ സഹായിച്ചിട്ടുള്ളവർ, തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ളവർ, ധ്യാനകേന്ദ്രം ദാനമായി തന്ന കുടുംബം, എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. അനുഗ്രഹിക്കുന്ന കരം ആ മക്കളെ തൊടട്ടെ. ഹല്ലേലൂയ. മെയ് മാസം 7-ാം തീയതി നമ്മുടെ കുടുംബ നവീകരണ ധ്യാനം ആരംഭിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ, ടീനേജ് കുഞ്ഞുങ്ങളുടെ ധ്യാനത്തിലൊക്കെ ഒത്തിരി മക്കൾ കടന്നു വന്ന് തിരുവചനം കേട്ട് വലിയ ആത്മീയ സന്തോഷം അനുഭവിച്ച് കടന്നുപോയി. ഇത് കുടുംബമായി ഈ അവധിക്കാലത്ത് കൂടത്തക്ക വിധത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് നഷ്ടം ജീവിതത്തിൽ വന്നാലും അതൊന്നും ഒരു നഷ്ടമല്ല. 3 ദിവസം വന്നിരിക്കുമ്പോൾ അത് വലിയ ലാഭമാക്കി തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തോടെ കടന്നു വന്ന് വചനം കേട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം പ്രാപിച്ച് ആത്മീയ അനുഭവത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെ ധ്യാനമുണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ ശനിയാഴ്ച വൈകുന്നേരം യൂട്യൂബിൽ എവൻഗേലിയൻ സന്ദേശം, ശനിയാഴ്ച വൈകുന്നേരം തിരുവചനാഗ്നി ധ്യാനം, ഞായറാഴ്ച എവൻഗേലിയൻ സന്ദേശം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, വചനധ്യാനം എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കണമേ, സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.